രാഖിയുടെ മരണപ്പെട്ട സഹോദരൻ രാജീവ് മേനോന്റെ മകൾ ദിയയെ സംരക്ഷിച്ച് വളർത്താനുള്ള അനുവാദം രാഖിക്ക് നൽകിക്കൊണ്ടുള്ള ഉത്തരവാണിത്. നാശം എത്തി. എന്നെ വീട്, എനിക്ക് വന്ദനമ്മയെ കാണണം. എന്നെ വിടാൻ. ദിയ അടങ്ങിയിരിക്കാനാ പറഞ്ഞത്. നിനക്ക് എന്താടി ഇവിടെ ഒരു കുറവ്? എനിക്ക് വന്ദനമ്മയെ കാണണം. മോൾ എല്ലാവരെയും മറന്നു. ദേ, മോളുടെ അച്ഛന്റെ ഫോട്ടോ കണ്ടില്ലേ? അച്ഛൻ മോളെ നോക്കുന്നത് കണ്ടില്ലേ? മോള് കരഞ്ഞ അച്ഛന് സങ്കടാവും. കരയില്ലേ മോളെ, അച്ഛന് വിഷമാവും. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവരെയും കൂട്ടിയാ ദിയ മോളെ കൊണ്ടുവരാൻ പോയത്. അതുകൊണ്ട് വലിയ സംഘർഷം ഒഴിവായെന്ന് പറയാം. അത് നന്നായി. കണ്ടില്ലേ വക്കീലെ, രക്തം രക്തത്തെ തൊട്ടറിയുന്നത്. അന്ന് ഈ നാശം പിടിച്ചവളെ കൂടി അങ്ങ് ചത്തിരുന്നെങ്കിൽ ഇപ്പൊ ഈ ഭാരം ചുമക്കേണ്ടി വരില്ലായിരുന്നു. ഏട്ടന്റെ കുട്ടിയോടുള്ള അവളുടെ ഒരു സിമ്പതി എല്ലാം അവസാനിപ്പിക്കുന്നുണ്ട് ഞാൻ. വക്കീലെ, രാജീവളിയൻ എഴുതി പിടിപ്പിച്ച ആ വിൽപത്രം അസാധുവാക്കാൻ വല്ല മാർഗമുണ്ടോ? അങ്ങനെ ചോദിച്ചാ ആദ്യം അത് എഴുതി തയ്യാറാക്കിയത് രാജീവ് മേനോനോ രാജീവ് മേനോന്റെ സമ്മതത്തോടു കൂടിയോ അല്ലെന്ന് സമർത്ഥിക്കണം. അത് കോടതിക്ക് സത്യമാണെന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടണം. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. മോളെ, ഇത് കഴിക്കും. ആന്റി മോൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചതാ. എനിക്കൊന്നും വേണ്ട. എനിക്ക് വന്ദനമ്മയുടെ അടുത്ത് പോണം. എന്നെ അവളെ കൊണ്ടുവന്ന് ആക്ക്. മോളെ, ദേ, ഇത് ആന്റി മോൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. ആന്റി ദേഷ്യം പിടിപ്പിക്കരുത്. കഴിക്കേ. ദേ, അച്ഛൻ നോക്കുന്നത് കണ്ടില്ലേ? ആഹാരം കഴിച്ചില്ലെങ്കിൽ പാപം അച്ഛന് വിഷമാവും. എനിക്ക് വേണ്ട. വാശി കാണിക്കാതെ കഴിക്കും മോളെ. വേണ്ടെന്നല്ല പറഞ്ഞത്. കഴിക്കടി അങ്ങോട്ട്. നിന്നോടൊരു കഴിക്കാൻ പറഞ്ഞ കഴിക്കടി. കഴിക്കാനല്ലേ പറഞ്ഞ, മര്യാദയ്ക്ക് കഴിക്കും. അച്ഛൻ എവിടെയാ? എനിക്ക് ആകാരം ഒന്നും വേണ്ട അച്ഛാ. എനിക്ക് വന്ദനമ്മയുടെ അടുത്ത് പോണം.
ആരോ വന്നു തോന്നുന്നു. ആരാ? വന്ദനമ്മേ. എല്ലാരും ഉണ്ടല്ലോ. എന്താണ് ആഗമനോദ്ദേശം? കുട്ടിയെ കണ്ടിട്ട് പോകാനാണെങ്കിൽ കാണാം. കാണാൻ മാത്രമല്ല, കൊണ്ടുപോകാനും കൂടി വന്നത്. കൊണ്ടുപോവില്ല, കൊണ്ടിട്ടേ പോകൂ. പണ്ട് എന്റെ കയ്യിൽ നിന്ന് കൊണ്ടത് പോരെങ്കിൽ വാടാ, കൊണ്ടിട്ട് പോവാം. രാഖി, ഒരു തർക്കത്തിനോ വാദത്തിനോ വന്നതല്ല. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. കൊച്ചു കുഞ്ഞ, അവളുടെ സന്തോഷം വേണം നമ്മൾ നോക്കാൻ. അതെ, എന്റെ കുഞ്ഞിന്റെ സന്തോഷവും സുരക്ഷിതത്വവും നോക്കിയാ ഞാൻ ദിയമോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ദേ, മോള് വന്ദനയോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന കണ്ടില്ലേ? ആ സന്തോഷം എന്തിനാ നമ്മളായിട്ട് ഇല്ലാതാക്കുന്നേ? പ്ലീസ്, അവളുടെ മനസ്സ് നോവിക്കാതെ അവളെ ഞങ്ങൾക്ക് വിട്ടുതരണം. അതെങ്ങനെയാ? കോടതിയുടെ ഓർഡർ നിങ്ങളും കണ്ടതല്ലേ? കോടതിക്ക് അപ്പുറത്താണ് നിങ്ങളെന്ന വല്ല വിചാരം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആപത്തിനാ. ഇയാൾക്ക് എങ്ങനെയാ? ദിവസക്കൂലിയാണോ അല്ല മാസശമ്പളം? നന്നായിട്ട് നന്ദി കാണിക്കുന്നുണ്ട്. നിയമം എടുത്ത് കളിക്കുമ്പോ അത് നീതിക്ക് വേണ്ടിയാണോ എന്ന് ഒന്ന് നോക്കുന്നത് നല്ലതാ. നിയമമൊക്കെ അവിടെ നിൽക്കട്ടെ. രാഖി, നീ ഈ കുഞ്ഞിനെ വിട്ടു തന്നേക്കും. ഇല്ല, അതിനു വേണ്ടിയാ വന്നെങ്കിൽ എത്രയും വേഗം പോകാൻ നോക്കുന്നേ നല്ലത്. ഇല്ലെങ്കിൽ അടിച്ച് പുറത്താക്കും ഞാൻ. കൊള്ളാം. ഈ ഊർമിളയെ അടിച്ചു പുറത്താക്കാനുള്ള ആവതൊന്നും നിനക്കായിട്ടില്ല മോനെ സാഗരം. വെറുതെ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട. ദാ,
എനിക്ക് വേണം എന്റെ മോളെ. ഞാൻ ഇവളെ ആർക്കും വിട്ടുതരില്ല, ആർക്കും. കൊള്ളാം. ആണൊരുത്തം വന്നപ്പോ നിന്റെ ഭർത്താവാകാൻ വന്ന് പാതി വഴിയിൽ വണ്ടിയിടിച്ച് ചത്തവന്റെ കൊച്ചിനെ കളഞ്ഞിട്ട് പോയോളോ നീ? സാഗർ, അനാവശ്യം പറയരുത്. സൂക്ഷിച്ച് സംസാരിക്കണം. നിന്ന് ചെലക്കാതടി. നിന്നെ വിശ്വസിച്ച് ഞങ്ങൾ ദിയമോളെ വിട്ടുതരില്ല. നീ വിട്ടുതരണ്ടടാ, ഞങ്ങളെ കൊണ്ടുപോയിക്കോളാം. കൊണ്ടുപോടോ. വേണ്ട. കയ്യാങ്കളിയൊന്നും വേണ്ട. ഒരു വഴക്കിനോ തർക്കത്തിനോ വന്നതല്ല ഞങ്ങള്. യാചനയുടെ ഭാഷയിൽ നിങ്ങളോട് സംസാരിക്കാൻ. ഇനി അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്നും മനസ്സിലായി. തൽക്കാലം ഞങ്ങൾ ഇറങ്ങുക. വന്ദനെ, മോളെ ഇവിടെ നിർത്തിയിട്ട് വാ. ആന്റി, നിർത്തിയിട്ട് വരാൻ. വന്ദനമ്മേ, എന്നെയും കൂടി കൊണ്ടോ വന്ദനമ്മേ. എന്നെ ഒറ്റയ്ക്കാക്കി പോവല്ലേ വന്ദനമ്മേ. മോള് കരയണ്ട. മോൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് മോള് നിൽക്കും. ഇത് ഊർമിളാന്റിയുടെ വാക്ക. ഇവരൊക്കെ കണ്ടതിനേക്കാൾ ഒരുപാട് ലോകം കണ്ടതാ ഈ ഊർമിള. മോള് കരയണ്ട. കുറച്ച് സമയത്തേക്ക് മോൾ ഇവിടെ നിൽക്ക്. മോളെ വന്ദനാമ്മയുടെ അടുത്ത് കൊണ്ടാക്കിയിട്ട് ഈ ഊർമിളാന്റി മടങ്ങും. എന്നാൽ വരട്ടെ രാഖി. സാഗറെ, കാണാം. കാണാം. വന്ദനമ്മേ. മോളെ, കരയാതെ നിൽക്കും. ഹലോ സാർ. അതെ സാർ, എല്ലാവരോടും വരാൻ പറഞ്ഞിട്ടുണ്ട്. ഓ,
സാഗർ പുള്ളിക്ക് വേണ്ടി പേഴ്സണൽ സ്റ്റാഫായിട്ടുള്ള തോമസ് സാർ വിളിച്ചിരുന്നു. കോടതി വിധിയുള്ളപ്പോൾ അത് നടപ്പിലാക്കണ്ടേ സാർ? ഓക്കെ സാർ, അങ്ങനെ തന്നെ ചെയ്യാം. സാറിൻ്റെ ലീവ് എന്ന് കഴിയും? ശരി സാർ. ഓക്കെ സാർ, ശരി. ആദ്യം വന്ദനയും കൂട്ടരോട് വരാൻ പറ. ശരി സാർ. ഇരിക്കും. വേണ്ട നിന്നോളാം. എന്താണ് ജഗനിത്? കുട്ടിയെ കൊണ്ടുപോകാനുള്ള കോടതി വിധിയുമായല്ലേ അവർ വന്നത്? അപ്പോ പിന്നെ നമ്മൾ തർക്കിച്ചിട്ട് കാര്യമുണ്ടോ ജഗൻ? അവൾ എന്റെ മോള. എനിക്ക് വേണം എന്റെ കുഞ്ഞിനെ. കുറച്ചുനാൾ നിങ്ങളുടെ കൂടെ നിന്നല്ലേ, അപ്പൊ നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാവും. സാർ, എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ തിരികെ വാങ്ങിക്കൊടുക്കണം സാർ. കടം വാങ്ങിയ പണം തിരികെ വാങ്ങിക്കുന്നത് പോലാണോ കുഞ്ഞിനെ തിരികെ വാങ്ങുന്നത്? വിവരക്കേട് വിളിച്ചു പറയുന്നതിന് ഒരു പരിധിയൊക്കെ വേണ്ടേ? സർ, അത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഭരണഘടനയും നീതി വ്യവസ്ഥയൊക്കെ ഉണ്ട്. അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാനാണ് ഞങ്ങൾക്കിങ്ങനെ തോളിൽ സ്റ്റാർ നന്നിരുത്തിയിരിക്കുന്നത്, അല്ലാതെ രാഷ്ട്രീയക്കാരെ സേവിക്കാനല്ല. ജഗനൊക്കെ മയക്ക് കിട്ടുമ്പോൾ വിളിച്ചു കൂവാറില്ലേ? സാധാരണക്കാരന്റെ നീതിപ്പണമാ ഞങ്ങളെപ്പോലുള്ള സർക്കാർ ജീവനക്കാരൊക്കെ തിന്നുമുടിക്കുന്നതെന്ന്. അപ്പോ വാങ്ങുന്ന ശമ്പളത്തിന് കൃത്യമായി ജോലി ചെയ്യണ്ടേ? മാത്രമല്ല, അവിടെ വന്നപ്പോ ആണും പെണ്ണും എല്ലാം ഒരുതരം ഗുണ്ടായിസം പോലെ. എന്താ ഇപ്പൊ ചൂടൊക്കെ ഇറങ്ങിയോ? അതോ എന്നെക്കുറിച്ച് തിരക്കി അറിഞ്ഞു വന്നതാണോ? കോടതി ഓർഡറുമായിട്ടാണ് രാഖി വന്നത്. കോടതി വിധി പ്രകാരം രാഖിക്ക് ആ കുട്ടിയെ കൊണ്ടുപോവുകയും ചെയ്യാം. അതോടെ ഈ കേസ് ക്ലോസ്. ഞാൻ അവരെയും കൂടി വിളിക്കാം. പരസ്പരം ധാരണയായിട്ട് പിരിയാൻ നോക്ക്. സർ, എനിക്ക് വേണം എന്റെ മോളെ. Shut up. ഇത് പോലീസ് സ്റ്റേഷനാ. നിങ്ങളുടെ മോളോ? എന്താ അതിന് തെളിവ്? കുട്ടിയുടെ DNA സർട്ടിഫിക്കറ്റ് വാ, അപ്പൊ നോക്കാം. ആ സർ, ആ കൊച്ചിനെ കൊണ്ട് രാഖിയോടും ബത്തിലോടും വരാൻ പറ. സർ. സർ, ഇരിക്കും. വന്ദനമ്മേ. അമ്മേ. സർ, ഇവരെ കോടതി വിധി നടപ്പാക്കാൻ സമ്മതിക്കാത്തത് മാത്രമല്ല, കുറച്ചു മുന്നേ ഇവര് 3 പേരും കൂടി എന്റെ കക്ഷിയുടെ വീട്ടിലെത്തി അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അപ്പോ 3 എണ്ണത്തിനെ പിടിച്ച് അകത്താക്കാനുള്ള വകുപ്പുണ്ടല്ലോ. പോലീസ് ഉദ്യോഗസ്ഥന്റെ കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിക്കണം. ഇപ്പോ വീട് കയറി ഭീഷണിപ്പെടുത്തൽ. വകുപ്പുകൾ ഒത്തിരി ആയല്ലോ.
ഹലോ, വന്ദനമ്മേ, എന്നെ രാഖി ആന്റിക്ക് കൊടുക്കല്ലേ വന്ദനമ്മേ. പ്ലീസ്.